രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ച പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. കൃഷിമന്ത്രിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. വിവാദങ്ങൾക്ക് പിന്നാലെ ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റി. രാജ്ഭവൻ പരിപാടിയിൽ RSSന്റെ ഭാരതമാതാവ് ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, ഇതിൽ നമ്മൾ നൽകിയ വാർത്ത രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ചതിൽ ഇടപെട്ട് മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് വാർത്തയായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ പ്രേക്ഷകർക്കായി എന്തായിരുന്നു രാജ്ഭവനിലെ പരിപാടിയെന്നും എന്തായിരുന്നു അതിലെ വിവാദമെന്നും വിശദമായിട്ടൊന്ന് പറയാമോ? ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ചാണ് രാജ്ഭവനിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിന് മുന്നോടിയായി ഒരു പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. ഈ പൊതുസമ്മേളന വേദിയിലാണ് കാവിക്കൊടി പിടിച്ച ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചിരുന്നത്. അത് RSSന് നല്ല സൂചനയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്ഭവൻ വൃത്തങ്ങളോട് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു, ആ ചിത്രം മാറ്റണം, എന്നാൽ മാത്രമേ കൃഷിമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ചിത്രത്തിന് RSSൻ്റെ കൊടിയുണ്ട് എന്നുമൊക്കെ കാണിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് അറിയിപ്പ് ചെന്നു. എന്നാൽ ആ ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന് രാജ്ഭവൻ അധികൃതർ അറിയിച്ചതോടെ മന്ത്രി പി പ്രസാദും ഒപ്പം മുഖ്യമന്ത്രിയുമായി ടെലിഫോണിലൂടെ ചർച്ച നടത്തിയതിന് ശേഷമാണ് പി പ്രസാദ് ചടങ്ങിൽ നിന്നും പിന്മാറിയത്. പകരം ആ ഒരു ചടങ്ങ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് മന്ത്രി പി പ്രസാദ് എത്തുകയും അതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മരം നടുകയും ചെയ്തിരിക്കുന്നു. മരം നടന്ന് കഴിഞ്ഞു. ഇനി മറ്റ് ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ വലിയ തരത്തിൽ വിവാദം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി സംഘടിപ്പിച്ച ചടങ്ങ്, രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗുരുമൂർത്തി പങ്കെടുത്തതായിരുന്നു വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പല ചടങ്ങുകളിലും RSSൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ RS സംഘടിപ്പിക്കുന്ന മാതൃകയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ആരോപണവും ഉയർന്നിരുന്നു. CPIM കോൺഗ്രസും എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ ആരോപണം അന്നും ഉയർത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇത് ചോദ്യമായി ഉയർന്നപ്പോൾ അതും അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു അതൊരു RSS ചൊവ്വയുള്ള പരിപാടിയായിരുന്നു എന്ന് മുഖ്യമന്ത്രിയും പറയുകയുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ചിട്ട് ഇന്ന് വൃക്ഷത്തൈ നടാൻ രാജ്ഭവൻ തീരുമാനിച്ചതും മന്ത്രി പി പ്രസാദിനെ, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനെ മുഖ്യാതിഥിയാക്കാൻ തീരുമാനിച്ചതും. എന്നാൽ ആ ചടങ്ങിലാണ് ഈ ഭാരതമാതാവിൻ്റെ കാവിക്കൊടി പിടിച്ച ചിത്രം വെച്ചിരുന്നത്. ആ ചിത്രത്തിൽ പുഷ്പാർച്ചന മന്ത്രി പി പ്രസാദിന് പറയാനുള്ളത് എന്താണ് എന്ന് കൂടി നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. മന്ത്രി പി പ്രസാദ് പറയുന്നത് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഭാരതമാതാവിൻ്റെ ചിത്രമുണ്ട്. എല്ലാ സർക്കാർ പരിപാടികളിലുമൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഭാരതമാതാവിൻ്റെ ചിത്രമുണ്ട്. ആ പൊതുവെ ഉപയോഗിക്കുന്ന ഭരണഘടനാനുസൃതമായ രീതിയിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് RSSൻ്റെ കാവിക്കൊടി പിടിച്ചിട്ടുള്ള ആ ചിത്രം, അതിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന് താൻ കൃത്യമായും വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ചിത്രത്തിലേക്ക് പുഷ്പാർച്ചന നടത്തുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പി പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. പി പ്രസാദ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഈ പരിപാടി രാജ്ഭവനിൽ നടത്താനാണ് ആലോചിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഗവർണറുമായി ഈ കാര്യം സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിന ആചരണത്തിൻ്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പല വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ ശാഠ്യം പിടിച്ചു. അതുകൊണ്ട് സർക്കാർ ഒഴിവാക്കിയതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രമല്ല. നമ്മുടെ ചില പൊതുപരിപാടികൾക്കെല്ലാം ഭാരതാംബയുടെ വേഷം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അണിയിച്ചെടുക്കാറുണ്ട്. ചില ഫ്ലോട്ടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചെയ്യാറുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു
പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഓരോ വ്യക്തിക്കും അവരവരുടെ രാഷ്ട്രീയ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്ന തരത്തിലല്ല നമുക്ക് ഇപ്പോൾ അവിടെ നിന്നുള്ള ആ നിർദ്ദേശം വന്നിരിക്കുന്നത്. കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് RSS മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പാകെ അവർ കാണിച്ചത്. ഈ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഈ പരിപാടിയുടെ ഭാഗമാവണമെന്ന് സംസ്ഥാനത്ത് എത്രയോ. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയും സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നിന്ന് സൂര്യഗായത്രിയും നമ്മോടൊപ്പമുണ്ട്. ഡി ബിനോ, ഇതിൽ മന്ത്രി പി പ്രസാദ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പൊതുപരിപാടികളിൽ പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ഭരണഘടനാനുസൃതമായിട്ടുള്ള ഭാരതാംബയുടെ അല്ലെങ്കിൽ ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് RSSന്റെ കാവിക്കൊടി പിടിച്ച രീതിയിലുള്ള പ്രത്യേകമായ അജണ്ട വെച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആ ചിത്രത്തിൽ, അത്തരമൊരു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല, അത് ഭരണഘടനാ വിരുദ്ധമായിരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറയുമ്പോൾ ഗവർണർ തന്നെ ഭരണഘടനാ ലംഘനം നടത്തി എന്ന് പറയേണ്ടി വരുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നിയമപരമായി പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് മന്ത്രി പി പ്രസാദും ഒപ്പം നേരത്തെ സംസാരിച്ച CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും എല്ലാം പറയുന്നത്. സാധാരണഗതിയിൽ ഒരു RSS ചടങ്ങുകൾ ഉപയോഗിക്കുന്ന ചിത്രമാണ് ഈ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിയുമായുള്ള ചിത്രം. അത് പൊതുവേദികളിൽ അങ്ങനെ പ്രദർശിപ്പിക്കാറില്ല, വെക്കാറില്ല. അതിന് ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ചിത്രം സാധാരണ ഭാരതാംബയുടേതുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രമായതുകൊണ്ടാണ് ഈ ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നാണ് CPI നേതൃത്വവും ഒപ്പം മന്ത്രി പി പ്രസാദും എല്ലാം പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട് വേദിയിൽ. അതുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കണമോ അതോ ഉപേക്ഷിക്കണമെന്ന തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മന്ത്രി പി പ്രസാദ് തന്നെ മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. അതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് അദ്ദേഹം ചടങ്ങ് ബഹിഷ്കരിക്കുകയും ദർബാർ ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വൃക്ഷത്തൈ നട്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വാചകങ്ങൾ സൂചിപ്പിച്ചത്. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ സർക്കാർ ചടങ്ങുകളിലോ ഒന്നും തന്നെ ഇങ്ങനെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്ന പതിവില്ല. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിലും വിരളമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വിശദീകരണ ചടങ്ങിലും അനുമോദന ചടങ്ങിലും അന്ന് ഉപയോഗിച്ചത് ഈ ചിത്രമായിരുന്നു. ഒപ്പം ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിളക്ക് തെളിച്ച ആയിരുന്നു ആ ചടങ്ങുകൾ തുടങ്ങിയത്. അത്തരത്തിൽ ഇന്ന് ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ചും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി വിളക്ക് തെളിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഉടൻ തന്നെ മന്ത്രി പി പ്രസാദിന് ശ്രദ്ധയിൽപ്പെടുകയും ആ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും രാജ്ഭവൻ അധികൃതരുമായി ചർച്ച നടത്തി തൽക്കാലം ചിത്രം മാറ്റാനാവില്ല എന്ന നിലപാട് രാജ്ഭവൻ സ്വീകരിച്ചതോടെയാണ് മുഖ്യമന്ത്രിയോട് വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം ചടങ്ങ് ബഹിഷ്കരിക്കാൻ മന്ത്രി പി പ്രസാദ് തീരുമാനിച്ചത്. ഇതൊരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭരണഘടനാപരമായി ഉപയോഗിക്കേണ്ട ചിത്രമാണെങ്കിൽ അത് കുഴപ്പമില്ല. എന്നാൽ RSS ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി ഒരു ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ആ ചടങ്ങിൽ ഭാരതാംബയുടെ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് തെളിക്കുകയും എന്നുള്ളത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് CPIയും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചടങ്ങിലും ഇത്തരത്തിലൊരു ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതും ഒപ്പം RSS നേതാവിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസാരിപ്പിച്ചതുമെല്ലാം തന്നെ അന്ന് വലിയ ചർച്ചയായിരുന്നു. അതിനെ തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തിരുന്നു. ഇതും വരും ദിവസങ്ങൾ പ്രത്യേകിച്ചും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം നടക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ എങ്ങനെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെക്കുറിച്ചുമൊക്കെ വരും ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. MS, ഇതിലൊരു പ്രധാനപ്പെട്ട സംശയം, സ്വാഭാവികമായ സംശയം നിൽക്കുന്നത് ഈ പരിസ്ഥിതി ദിനാചരണവും ഭാരതാംബയും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ള രീതിയിൽ ഉള്ളതാണ്. അതായത് ചെടികൾ നടുക, വൃക്ഷത്തൈകൾ നടുക, പരിസ്ഥിതിയെക്കുറിച്ചുള്ള സന്ദേശം നൽകുക, അത്തരത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലോകവ്യാപകമായിട്ട് പരിസ്ഥിതി ദിനാചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ സങ്കല്പത്തെ സാധൂകരിക്കുന്ന രീതിയിൽ ഇക്കാലം അത്രയും പൊതുമണ്ഡലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ചിത്രം മാറ്റുകയും സംഘപരിവാർ അജണ്ടയുടേതായിട്ടുള്ള സൂചനകളുള്ള ഹൈന്ദവ ദൈവങ്ങളുടെ ശിവകാശി കലണ്ടർ ചിത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചിത്രം ഉപയോഗിക്കുകയും ആ ചിത്രം ഒരു ഇടതുപക്ഷ
സർക്കാരിലെ ഇടതുപക്ഷ മനസ്സുള്ള പുരോഗമന ചിന്തയുള്ള ഒരു മന്ത്രിയെ കൊണ്ട് അതിൽ പുഷ്പാർച്ചന നടത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് സൂര്യഗായത്രി ഈ വാർത്തയോടുള്ള പ്രതികരണം നൽകുന്നു. സൂര്യഗായത്രി. MSc വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ RSS സമീപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഭാഷണം നടത്താൻ RSS സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ വിളിച്ചു ചേർത്തത് വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നിലപാടുണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്തരത്തിൽ വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പരിസ്ഥിതി ദിനാഘോഷത്തിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് മന്ത്രി പി പ്രസാദ് വലിയ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട ഒരു വ്യക്തിയാണ് ഗവർണർ. പക്ഷേ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രീതിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വലിയ രീതിയിൽ വിമർശനമായിട്ട് പി പ്രസാദ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല സർക്കാരിന്റെ ഉദ്ഘാടനമാണ് രാജ്ഭവനിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ എന്തിനാണ് ഭാരതാംബയുടെ ചിത്രം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അത് അത്തരത്തിൽ ചിത്രം വെക്കുകയും അതിൽ പൂവിടുകയും ദീപം കത്തിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ള തീരുമാനം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വരിക കൂടി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനം പി പ്രസാദ് മന്ത്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇത്തരത്തിലൊരു ഭാരതാംബയുടെ ചിത്രം വെക്കുന്നുണ്ട് എന്നുള്ള വിവരം കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞറിഞ്ഞ സാഹചര്യത്തിൽ തന്നെ അത് അവിടെ നിന്ന് മാറ്റണം. അത് സർക്കാർ പരിപാടിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് പറയുകയും അതിൽ മാറ്റാൻ കഴിയില്ല ഭാരതാംബയുടെ ചിത്രം എന്നുള്ള കാര്യം ഗവർണർ തന്നെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള കടുംപിടുത്തം എന്തിനാണ് ഗവർണർ എന്നുള്ള ചോദ്യം ഇന്നിപ്പോൾ മന്ത്രി പി പ്രസാദ് ചോദിക്കുകയുണ്ടായി. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഭാരതാംബയുടെ ചിത്രങ്ങൾ അത് പൊതുപരിപാടികളിൽ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലൊക്കെ കുട്ടികളെ ഭാരതാംബയുടെ രൂപം ധരിച്ച് റാലിയൊക്കെ നടത്താറുണ്ട്. അത്തരത്തിലൊരു ചിത്രമായിരുന്നില്ല ഇന്നിപ്പോൾ രാജ്ഭവന്റെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് RSS തങ്ങളുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള വിമർശനവും മന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരത്തിലൊരു പൊതുപരിപാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ അല്ലെങ്കിൽ മതചിഹ്നങ്ങളോ ഉപയോഗിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പി പ്രസാദ് കൃത്യമായിട്ട് ഗവർണർക്കെതിരെ രാജ്ഭവനെതിരെ വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പും ഇത്തരത്തിൽ RSS അനുകൂല നിലപാട് അത് രാജ്ഭവനിൽ ഉണ്ടായതിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇതിനെ വലിയ ഗൗരവതരമായിട്ട് തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്ഭവൻ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ഒന്നും ഇടമല്ല. അത് രാജ്ഭവനും സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നത് അത് എല്ലാവർക്കുമുള്ള ഇടം തന്നെയാണ്. അവിടെ ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള വിമർശനം മന്ത്രി പി പ്രസാദ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രാജ്ഭവനിൽ നിന്ന് മാറ്റിവെച്ച സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലാണ് ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത്. ആന്റണി രാജു MLA ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷമാണ് ഈ വലിയ വിമർശനം മന്ത്രി പി പ്രസാദ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ്. അത് തുടർച്ചയായിട്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും RSS അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ അത് രാജ്ഭവനിൽ ഗവർണർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത വിയോജിപ്പുകളും കടുത്ത എതിർപ്പുകളും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കടുത്ത വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ LDFന്റെ ഭാഗത്ത് നിന്ന് അടക്കം വലിയ വിയോജിപ്പുകൾ വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു രാജ്ഭവനിൽ നടന്നത് എന്നുള്ള തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അത് അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് സർക്കാർ എടുക്കുന്നത്, അത് LDF എടുക്കുന്നത്. തിരികെ എത്താം.
ഭാരത മാതാവ് അല്ലെങ്കിൽ ഭാരതാംബ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം, ആ സങ്കല്പത്തെക്കുറിച്ച് വിക്കിപീഡിയ പറയുന്നത് എന്താണെന്ന് നോക്കുക. ഭാരതാംബ അല്ലെങ്കിൽ ഭാരത മാതാവ് എന്ന സങ്കല്പം ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ഒരു വ്യക്തി രൂപമാണ്. ആന്ത്രോപോമോർഫിക് ഫോം ഓർ പേഴ്സണിഫിക്കേഷൻ. കുങ്കുമവർണ്ണത്തിലോ ഓറഞ്ച് നിറത്തിലോ ഉള്ള സാരി ധരിച്ച, കയ്യിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഏന്തിയ സ്ത്രീരൂപമാണ് സാധാരണയുള്ള സങ്കല്പം. ചിലപ്പോൾ സിംഹസ്ഥിതയായ സ്ത്രീരൂപമായും ഭാരതാംബയെ സങ്കല്പിച്ച് കാണാറുണ്ട്. ഭാരതമാതാവ് എന്ന സങ്കല്പം ഒന്നേയുള്ളൂവെങ്കിലും അതിന് പലരും പല വിധത്തിലുള്ള വ്യക്തിരൂപങ്ങൾ കൽപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. ഡി ബിനോയ്, ഇതിൽ ഭാരതമാതാവിനെ കുറിച്ചുള്ള വിക്കിപീഡിയയിലുള്ള ഒരു കുറിപ്പ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാരതമാതാവ് എന്ന സങ്കല്പം ഒന്നേ ഉള്ളൂവെങ്കിലും അതിന് പലരും പല വിധത്തിലുള്ള വ്യക്തിരൂപങ്ങൾ കൽപ്പിക്കാറുണ്ട്. അതൊരു സങ്കല്പമാണ്, ഒരു ഭാവനയാണ്, നിലനിൽക്കാത്ത ഒന്നാണ്, ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ അതാത് വിശ്വാസങ്ങളുള്ളവർക്കും അതല്ലാത്തവർക്കും അവരവരുടേതായ രീതിയിൽ സങ്കല്പിക്കാം. ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിട്ട്, ഒരു സിഖുകാരനെ സംബന്ധിച്ചിട്ട്, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ അവർക്ക് കണ്ണടച്ചാൽ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തോട്, ഇന്ത്യ എന്ന രാജ്യത്തോട്, ആ രാജ്യത്തോടുള്ള ഒരു മനസ്സ് നിറഞ്ഞുള്ള ഒരു സങ്കല്പത്തിൽ നമ്മളുടെ ഉള്ളിൽ തെളിയുന്ന ഒരു പ്രകാശത്തെ നമ്മൾക്ക് ഭാരതമാതാവ് എന്ന് പറയാം. ഒരു വെളിച്ചത്തെ അല്ലെങ്കിൽ ഒരു രൂപത്തെ. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് സങ്കല്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ ഹൈന്ദവമായിട്ടുള്ള പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഉള്ളവർ എന്ന് പറയപ്പെടുന്ന കലണ്ടറുകളിലൊക്കെ ആവിഷ്കരിച്ച് കാണുന്ന രീതിയിൽ തൃശൂലവും മറ്റുമൊക്കെ പിടിച്ചുകൊണ്ട് സിംഹത്തിൻ്റെ രൂപത്തിൽ പുറത്തും മറ്റുമൊക്കെ ആയിട്ട് വരുന്ന പലതരത്തിലുള്ള ദേവസങ്കല്പങ്ങളുടെ അതേ രീതിയിൽ തന്നെ, ഒപ്പം തന്നെ RSSൻ്റേത് എന്ന് പറയപ്പെടുന്ന കാവിക്കൊടിയുടെ രൂപത്തിൽ വരുന്ന ഒന്നിനെ അതിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്ന് പറയുന്നത് ചില കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് എന്നാണ് മന്ത്രി പി പ്രസാദ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പി പ്രസാദ് അക്കമിട്ട് നിരത്തിയിട്ട് എന്തുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അക്കമിട്ട് പറയുന്നത്? ഗതിയിൽ രാജ്ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജ്ഭവനിലൊക്കെ ഇങ്ങനെ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ഭാരതമാതാവിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ പുഷ്പാർച്ചനകളോ ഒന്നും പതിവില്ല. നിലവിളക്ക് തെളിച്ചുകൊണ്ട് ചടങ്ങുകളിലേക്ക് കടക്കുന്ന പതിവാണ്. ഇദ്ദേഹം പുതിയ ഗവർണർ വന്നതിന് ശേഷമാണ് അവിടെ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഭാരതമാതാവിൻ്റെ കാവിക്കൊടി പൊടിച്ച ചിത്രവും അതിനു മുന്നിലെ പുഷ്പാർച്ചനയും പിന്നീട് നിലവിളക്ക് തെളിക്കലും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതിൽ മന്ത്രി പി പ്രസാദ് പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ സങ്കല്പം ഭാരതവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭാരതാംബയുടെ സങ്കല്പത്തിൽ നിന്നും കേവലം വിരുദ്ധമായിട്ട് BJPയുടെയും RSSൻ്റെയും ഒക്കെ ചടങ്ങുകളിൽ അവർ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിനു മുന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തനിക്ക് ഇത്തരത്തിൽ പുഷ്പാർച്ചന നടത്തി അതിൻ്റെ മുന്നിൽ വിളക്ക് തെളിക്കാനാകില്ല എന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. മന്ത്രിയുടെ നിലപാടിനെ മുഖ്യമന്ത്രിയും ഒപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം തന്നെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാവ്യവൽക്കരണം അല്ലെങ്കിൽ RSS വൽക്കരണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തരത്തിലേക്ക് രാജ്ഭവൻ പോലുള്ളൊരു സ്ഥാപനം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറുമായി ഉണ്ടായ ആ ചടങ്ങിൽ ഇത്തരത്തിൽ വലിയ ഒരു ആരോപണമായി ഇത് ഉയർന്നു വന്നിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിരുന്നു. അതൊരു ചടങ്ങ് ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ചടങ്ങ് തന്നെ ഒരു RSS വൽക്കരണമായിപ്പോയി എന്ന തലത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പാടില്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നുവെന്ന് അന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഇത് ലോക വനം പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാരണവശാലും സാധാരണഗതിയിലൊന്നും വേദിയിൽ ഉപയോഗിക്കാത്ത ചിത്രങ്ങളോ അല്ലെങ്കിൽ ഈ ലോക വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ലോക വനം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിളക്ക് തെളിക്കൽ മാത്രം സാധാരണ സംഘടിപ്പിക്കാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രാജ്ഭവൻ സ്വീകരിച്ച ഈ നടപടിക്കെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പല ഭാഗത്തുനിന്നായി ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഗവർണറുടെ സമയത്തല്ല, ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കാവ്യവൽക്കരണമുണ്ട് അല്ലെങ്കിൽ ഒരു RSS വൽക്കരണമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അർലേക്കറെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു RSS ചിന്താഗതിക്കാരനാണ്, RSSലൂടെ വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ പരിപാടികളിൽ, ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിലും ചടങ്ങുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു ചിത്രത്തെ കൂടി വെച്ചുകൊണ്ട്
അതിനകത്ത് ഒരു രീതി, അതൊരു BJP നയം എന്ന രീതിയിൽ അത് മാറ്റിയെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നത്, അതിനോടുള്ള കടുത്ത വിയോജിപ്പ് നേരത്തെ തന്നെ സംസ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു രണ്ടാം പതിപ്പായിട്ട് വേണം ഇന്ന് നടന്നതിനെ നമുക്ക് വീക്ഷിക്കാൻ. MS. ശരി, ഡി ബിനോയ്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ചിരിക്കുന്നു കൃഷി വകുപ്പ്. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വേദിയിൽ സ്ഥാപിച്ച RSSന്റെ കാവിക്കൊടി പിടിച്ച രൂപത്തിലുള്ള ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയാണ് ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആവശ്യപ്പെട്ടു. ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ സാധ്യമല്ല എന്ന് കൃഷിമന്ത്രി P. പ്രസാദ് രാജ്ഭവനെ അറിയിച്ചു. വേദിയിൽ നിന്ന് ചിത്രം മാറ്റണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. പക്ഷേ ആവശ്യം ഗവർണർ തള്ളി. ചിത്രം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് രാജ്ഭവൻ അറിയിച്ചു. അതോടെ രാജ്ഭവനിൽ നിന്ന് കൃഷി വകുപ്പിന്റെ പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുമായി കൺസൾട്ട് ചെയ്ത ശേഷം, സംസാരിച്ച ശേഷമാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. കാവിക്കൊടി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ ആവർത്തിച്ച് നിർബന്ധം പിടിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിനിടയാക്കിയത് എന്നാണ് മന്ത്രി P. പ്രസാദ് അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇതിനുശേഷമേ മറ്റ് പരിപാടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് രാജ്ഭവൻ അറിയിച്ചിരുന്നു. പക്ഷേ സർക്കാർ പരിപാടിയിൽ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃഷി വകുപ്പ് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത്. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം അല്ല ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മന്ത്രി സൂചിപ്പിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമാണെങ്കിൽ സർക്കാരിന് എതിർപ്പില്ല. സർക്കാരിന് ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ എതിർപ്പില്ല, ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇത് സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അജണ്ടകൾ വെച്ചിട്ടുള്ള ചിത്രമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. RSS ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം എങ്ങനെ സർക്കാരിൻ്റെ പരിപാടിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് മന്ത്രി P. പ്രസാദ് ഉയർത്തിയത്. ചിത്രം മാറ്റാൻ രാജ്ഭവൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു പരിപാടി തന്നെ മാറ്റേണ്ടി വന്നത്. രാജ്ഭവന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിലും മന്ത്രി സംസാരിച്ചിരിക്കുന്നു.